ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഒരു ചിത്രം റിയലിസ്റ്റിക് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അല്ലെങ്കിൽ ഒരു ചിത്രം നമുക്ക് എങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാം? ഒട്ടുമിക്ക ആൾക്കാരും ആൻസർ ചെയ്യുന്നത് ലൈറ്റ് ആൻഡ് ഷാഡോയെ കുറിച്ചായിരിക്കും. കൃത്യമായിട്ട് ലൈറ്റ് ആൻഡ് ഷാഡോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ റിയലിസ്റ്റിക് ആക്കാം എന്നൊക്കെയായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത്. ലൈറ്റ് ആൻഡ് ഷാഡോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചിത്രത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് തന്നെ ലൈറ്റ് ആൻഡ് ഷാഡോ ആണ്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ആ ചിത്രം നമ്മൾ വരയ്ക്കുന്ന ഒരു ചിത്രം അത് റിയലിസ്റ്റിക് ആവണമെങ്കിൽ ഒരു ലൈറ്റ് ആൻഡ് ഷാഡോ മാത്രം കൊണ്ട് മതിയാവില്ല. പകരം എന്ത് വേണം? അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, അതിനകത്ത് അത്യാവശ്യം ഞാൻ ലൈറ്റ് ആൻഡ് ഷാഡോ ഒക്കെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആ ഒരു ചിത്രം റിയലിസ്റ്റിക് ആയിട്ട് തോന്നാത്തത്? അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടൊരു പടം നമുക്ക് തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഒരു പിക്ചർ അത് റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ആൻഡ് ഷാഡോ മാത്രം പോരാ, മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ നല്ല റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാൻ പറ്റൂ. അതെന്താണെന്നറിയാൻ ഇപ്പം തന്നെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ കൂട്ടുകാർ കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ ഫോളോ ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ബൈ.